സ്നേഹമുള്ളവരെ, വലിയൊരു സന്തോഷ വാർത്ത അച്ഛൻ ഈ സമയം നിങ്ങൾ അറിയിക്കുകയാണ്. ഈ വരുന്ന 2026 ജൂൺ 10 ബുധനാഴ്ച മുതൽ ജൂലൈ 12 ഞായറാഴ്ച വരെ 33 ദിവസം തുടർച്ചയായി എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യൻ ടൈം വൈകിട്ട് 7:30 ഫാദർ റാഫേൽ കോക്കാടൻ CMI എന്ന യൂട്യൂബ് ചാനലിൽ വിശുദ്ധ ഔസേപിതാവിനോടുള്ള നൊവേന നമുക്ക് ലഭ്യമായിരിക്കും. വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ദൈവസ്വര സന്ദേശങ്ങളിലൂടെ എനിക്ക് നൽകിയതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു ശുശ്രൂഷ തുടങ്ങാൻ നമ്മൾ തീരുമാനമെടുത്തിരിക്കുക. ഒരിക്കലും ഇവിടെ ഒരു താമസമുള്ള ധ്യാനം നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന സന്ദേശമാണ് വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന സന്ദേശം. പിന്നീട് വേറൊരിക്കൽ വിദേശത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ആ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് തന്ന സന്ദേശം ഇങ്ങനെയായിരുന്നു: വിശുദ്ധ ഔസേപിതാവിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, വിശുദ്ധ ഔസേപിതാവിനോട് ആരും പ്രാർത്ഥിക്കുന്നില്ല, വിശുദ്ധ ഔസേപിതാവിൻ്റെ രൂപം പൊടിപിടിച്ചിരിക്കുന്നു, വിശുദ്ധ ഔസേപിതാവിൻ്റെ മുമ്പിൽ ആരും തിരികെത്തിക്കുന്നില്ല. കർത്താവ് സങ്കടപ്പെടുന്നതായിട്ട് ദൈവസ്വരം പരിശുദ്ധാത്മാവ് തരികയാണ്. ആ ഗ്രൂപ്പിൽ അത് ചോദിച്ചപ്പോൾ അത് വളരെ ശരിയായ സന്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ഈ എൽ റുഹ ധ്യാനകേന്ദ്രം നമ്മൾ തുടങ്ങുന്ന ഈ പുതിയ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ആ വിലയിൽ വിശുദ്ധ പറയുകയാണ്, വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തുടർച്ചയായി ഈ 33 ദിവസം നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപിതാവ് വഴി ഈശോയോട് പ്രാർത്ഥിക്കുക. ഒരുപാട് അനുഗ്രഹങ്ങൾ വിശുദ്ധ ഔസേപിതാവിന്റെ മധ്യസ്ഥ വഴി നമുക്ക് ലഭിക്കും. വിശുദ്ധ അമ്മത്രേസ്യ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കും, ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടാതിരുന്നിട്ടില്ല എന്ന വലിയൊരു ദൈവാനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഈ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുക്കേണ്ടത്, വിശുദ്ധ ഔസേപിതാവ് വഴി കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ ഞാൻ എൽ റുഹയിൽ വന്ന് അത് ഏറ്റുപറഞ്ഞ് സാക്ഷ്യം പറയാം എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് വേണം. ഇവിടെ വരാൻ പറ്റാത്തവര് അത് വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്താമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ശുശ്രൂഷ കാണാനായിട്ട്. ജൂലൈ 12 ശേഷം എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 7:30 ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമായിരിക്കും. വിശുദ്ധ ഔസേപിതാവ് വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ, നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.